അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക,
ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തിൻ്റെ ഓൺലൈൻ റീഡിങ്, ഓൺലൈൻ ട്രാൻസ്ലേഷൻ, വചനത്തിൻ്റെ ഓൺലൈനായിട്ടുള്ള വായനയും തർജിമയും പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവാനുഭവ മുന്നേറ്റങ്ങളാണ്. ഉടമ്പടിയിലെ വചന വായന കൊണ്ട് ഒരാൾ കരസ്ഥമാക്കേണ്ടത്. അരമണിക്കൂർ നമ്മൾ വചനം വായിക്കണ്ടേ? അവർക്ക് അച്ഛൻ പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടാവണം. അതിലൊന്ന്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. അപ്പം അതിനൊരു പെയർ വേർഡുണ്ട്. എപ്പോഴും ഒരു ഷാഡോ വേർഡുണ്ട്. ഞാൻ ഷാഡോ വേർഡെന്നാണ് പറയണത്. ഷാഡോ വേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തു നിഴലും പോലെ ആണെങ്കിലും നിഴൽ ചിലപ്പോൾ വസ്തുവായിട്ട് മാറും. അത് ഒരു കൺവേർഷൻ വായിക്കുമ്പോൾ ഒരു വസ്തുവിനെല്ലാം നിഴലുണ്ടാകുമല്ലോ. അവിടെ ഇതിനൊക്കെ നിഴലുണ്ട്. അപ്പം നിഴൽ കൺവേർട്ട് ചെയ്ത് വസ്തുവായിട്ട് മാറും. അപ്പോൾ വസ്തു വേറെ നിഴലായിട്ട് പോകത്തില്ല. അത് അതേപോലെ തന്നെ നിന്നിട്ടുണ്ട്. വേറെ അതിൻ്റെ അന്തർലീനമായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തും. ഇപ്പം എന്താ വചനം? പുറപ്പാട് 22 അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. എൻ്റെ വിഷയം എന്ന് വെച്ചാൽ നമ്മളുടെ ശ്രദ്ധ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആധ്യാത്മികമായ ഒരു പരാജയമാണ്. ഇപ്പം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണെങ്കിലും ഇതുപോലെ കേട്ടിട്ട് പ്രയോജനമില്ലാത്തൊരു വചനം ബൈബിളിലില്ല. കേട്ടിട്ട് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകാത്തൊരു വചനം. എന്താ കാര്യം വെച്ചാൽ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് സംഭവം. ഒരു വിഭാഗം ഇത് ചുമ്മാ വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് കാറിക്കൂവി മനുഷ്യൻ്റെ ശ്രദ്ധ തിരിച്ചു കളയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും ആർക്ക് പ്രാധാന്യം കൊടുത്താലും അത് കൺവേർട്ട് ചെയ്ത് വേറൊരു ദൈവമായിട്ട് വരുമല്ലോ. അപ്പോൾ വേറെ ദൈവം ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകുമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവമല്ല, ഒരു 9000 ദൈവമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാര്യം വെച്ചാൽ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് എൻ്റെ ദൈവം. എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം. അതായത് ദൈവത്തിൻ്റെ പണ്ട് പോലെ എനിക്ക് ഇത്രയും നാൾ മനസ്സിലാക്കണം. എങ്ങനെ അറിയാം? നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. അത് ഞാൻ പറയണതല്ല, എൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് പ്രയാസമാണെന്നോ. മർക്കോസ് 10:24. അവന്റെ വാക്കുകേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അതെന്താ പ്രശ്നം വെച്ചാല് ആളെ അറിയാതെ പറഞ്ഞു പോയതാണിത്. കർത്താവിനെ അറിയാൻ പറഞ്ഞ പറയുകയല്ലേ? സത്യം പറഞ്ഞ ഇത് പറയേണ്ടായിരുന്നു. കാര്യം ആള് പറഞ്ഞു പോയി ഇങ്ങനെ, എൻ്റെ മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ത് പ്രയാസമാണെന്നോ. അപ്പോൾ ആൾക്കാരെല്ലാം ധനവാന്റെ കാര്യത്തിൽ എൻ്റെ പുറകെയാണ് പോയത് 2000 കൊല്ലമായിട്ട്. എന്താണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സുകാരും മറ്റേ ആൾക്കാരും 10 പൈസ ഉള്ളവരാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കരുത്. അത് ചില അണ്ണന്മാർ
അവർക്ക് ജന്മന ഈ ധനവാന്മാരോട് കോംപ്ലക്സ് ഉള്ള ആൾക്കാരുണ്ട്. അവരെ കരുതാക്കാൻ വേണ്ടി ചില ആൾക്കാർ ഉപയോഗിക്കും. അത് കോംപ്ലക്സ് ആണ് ശരിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? മർക്കോസ് 10:25. 10:25. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ധനവാൻ ദൈവരാജ്യം പ്രവേശിക്കുന്നത് എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ്. അപ്പൊ എൻ്റെ അർത്ഥത്തില് ഈ ധനം ദൈവത്തിൻ്റെ ഒരു സ്ഥാനം ചിലരുടെ ജീവിതത്തിൽ ധനത്തിന് അറിയാതെ ദൈവത്തിൻ്റെ സ്ഥാനം വരും. പിന്നെ അവർ വിശ്വാസം വിറ്റുവരെ ധനം സമ്പാദിക്കാൻ നോക്കുമ്പോൾ ധനം അവരുടെ ഉള്ളിലുള്ള ദൈവത്തെക്കാളും വലിയ ദൈവമായിട്ട് ധനം മാറും. അത് ധനം മാത്രമല്ല, നമ്മൾ ദൈവത്തെക്കാൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ. ഇപ്പം നിസ്സാര കാര്യം. അപ്പം അതിന് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒന്നുമില്ല. ചെറിയവരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും ദൈവത്തെ അവരുടെ ആഗ്രഹത്തിനേക്കാളും അവർ ഇഷ്ടപ്പെടുന്ന വിഷയത്തെക്കാളും വ്യക്തികളെക്കാളും താഴ്ന്ന നിലവാരമാണ് ദൈവത്തിന് കൊടുക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പണ്ടൊക്കെ, ഇപ്പോഴങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്നും കാണുന്നില്ല. ഇപ്പം പണ്ടൊക്കെ ഈ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ബ്ലെസ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് വല്യമ്മച്ചിമാരോടൊക്കെ ചോദിക്കുകയും, വല്യമ്മച്ചി 2 ആഴ്ച പള്ളി കണ്ടില്ല എന്ന് പറയും. എൻ്റെ ചാവോ കഴുത്തലുണ്ടായിരുന്ന പടയം വെച്ചെന്ന് പറയും. അപ്പം അതാണ് വിഷയം. കഴുത്തലുണ്ടായിരുന്ന ചിലപ്പോൾ 1/2 പവനോ 1 പവനോ ആയിരിക്കുവേ. അത് പണയം വെച്ചതിൻ്റെ പേരിൽ പരിശുദ്ധ കുർബാന മുടക്കിയെന്നാണ് ചെടുത്തി പറയണത്. അപ്പം നമ്മൾ ചേടത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും കൂടി ഉരുട്ടിപ്പടച്ച് കയറേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഞായറാഴ്ച കുർബാന മുടക്കുന്ന അണ്ണന്മാരെല്ലാവരും ഈ ചേടത്തേക്കൾ ഗതികെട്ട അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങൾ മക്കളുടെ മനസ്സമ്മതം, കൂട്ടുകാരുടെ മനസ്സമ്മതം, കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി വലിയ സ്യൂട്ടും കോട്ടും ഇട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പോകത്തില്ലേ? അതെല്ലാം കുർബാനയും മുടക്കിയിട്ടല്ലേ പോണ ചില ആൾക്കാർ. അപ്പോൾ അത് വെറും ദൈവമായിട്ട് മാറുകയാണ്. അപ്പം ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? അത് ഒക്കുമ്പോൾ കൂടും. അപ്പോൾ ഒക്കുമ്പോൾ ഉള്ള ബന്ധമേ ഉള്ളൂ. കൂട്ടുകാരുടെ കല്യാണമൊന്നും ഇല്ല, നാട്ടുകാരിൽ വരെ ഫങ്ഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി സിനിമയും കണ്ടിരുന്ന ശേഷം വൈകുന്നേരത്തെ കുർബാനൊക്കെ പോകുന്ന ആൾക്കാരില്ലേ? രാവിലെ കിടന്നുറങ്ങി. ഇപ്പം ചിലരാണെങ്കിൽ പണ്ട് ഭാര്യമാരൊക്കെ ഉടുപ്പൊക്കെ തേച്ച് ശനിയാഴ്ച തേച്ച് അലക്കി ഇട്ട് ഭർത്താവ് വീട്ടിൽ കയറി വെറുതെ പോയി നാളെ ഞായറാഴ്ചയാണേ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങരുതെന്ന രാവിലെ പള്ളിയിൽ പോകാനാ ഞാൻ നിങ്ങളുടെ ഉടുപ്പ് തേക്കണമെന്ന് പറയണത്. ഇന്ന് അങ്ങനെ പറയാൻ ആരുമില്ല. എൻ്റെ അടുത്ത് ഇവർ വന്ന് നിൽക്കണമെല്ലാം വളരെ വിനയത്തോടും എളിമയോടും ആ കുഞ്ഞുങ്ങളെ കാണിക്കാനും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റിയെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ഇവർ ദൈവത്തിന് വലിയ പ്രാധാന്യമില്ലാതെ ജീവിച്ച ആൾക്കാരാണ്. ആ മധുവിധുവിൻ്റെ കാലത്തും അല്ലാത്ത കാലത്തും പ്രഗ്നൻ്റ് ആയിരുന്ന കാലത്തും ഒന്നും കർത്താവിൻ്റെ കുറിച്ച് ചിന്തിച്ചിട്ടൊരു കുന്തം പോലും ചെല്ലാത്ത പാർട്ടിയാണ്. പ്രസവിച്ച് കഴിയുമ്പോഴാണ് പല കുഞ്ഞുങ്ങൾക്കും കണ്ണും കാര്യം ഇല്ലെന്ന് പറയണത്. അപ്പോൾ കിടന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഒന്നാമത്തെ പണികളെല്ലാം ഇരന്ന് വാങ്ങിക്കണമാണ് കേട്ടോ. ഇരന്ന് വാങ്ങിക്കാനുള്ള കാര്യം പറയാം. എന്നുവെച്ചാൽ നമ്മൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയണത് വിശ്വാസരാഹിത്യം. അതായത് വിശ്വാസം ഉണ്ടായിരുന്നൊരു കുടുംബത്തിൽ നിന്ന് വിശ്വാസം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ഏറ്റവും ശപിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പ് വേശ്യകളൊക്കെ വരുമെന്ന് പറയുന്നത്. വേശ്യകൾ തന്നെ അല്ലല്ലേ ഇപ്പോൾ വരാണത്, നിങ്ങൾക്ക് മുമ്പ് അവിശ്വാസികൾ വരുന്നുണ്ടല്ല. ഇപ്പം നിങ്ങൾ അവിശ്വാസികളുടെയൊക്കെ സാക്ഷ്യം കേട്ടില്ലേ? പണ്ട് അവിശ്വാസികളായിരുന്ന ആൾക്കാർ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ 40 കൊല്ലം ദൈവതിരുസന്നിധിയിൽ കൊയ്തു കൂട്ടിയ അനുഗ്രഹത്തിൻ്റെ 40 ഇരട്ടിയാണ് ഇന്നലെ വരെ അവിശ്വാസിയായിരുന്ന ആൾ ഇന്ന് വിശ്വാസിയാകുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധി നേടണത്. അത്രയും നേട്ടത്തിനുള്ള സമയം നിനക്കുണ്ടായിരുന്നു. എന്നിട്ട് നീ അത് നാട്ടുകാരെ നേടാനും സ്വർണം നേടാനും പറമ്പ് നേടാനും പാർട്ടിക്കാരെ നേടാനും ഉള്ള കുടുംബ യൂണിറ്റും പാർട്ടി യോഗങ്ങളും സ്ത്രീകളുടെ എന്തോ സംഘടന ഉണ്ടല്ലോ, കുടുംബശ്രീ, അങ്ങനെയുള്ള പരിപാടികളെല്ലാം വെച്ചിരിക്കണത് എവിടെയാണ്? രാവിലെ കുർബാന സമയത്താണ്.
അവിടെ ക്രിസ്ത്യാനികളെ ഹാജരുണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ ചിലർ നിരീശ്വരവാദമുള്ളവരും അല്ലാത്തവരും നമ്മളെ അതിൽ നിന്ന് മാറ്റണമുണ്ട്. ബോധപൂർവ്വം മാറ്റുന്നവരുണ്ട്. ഇതേ സാക്ഷി നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. തന്ത്രപൂർവ്വം കുടുംബശ്രീ എന്ന് മാറ്റണതിൻ്റെ വേണ്ടി എടുത്തിരിക്കുന്ന നിലപാടുകൾ, പാർട്ടി യോഗത്തിൽ എടുത്ത് എടുത്ത നിലപാടുകൾ, അങ്ങനെ കാലാന്തരത്തിൽ ദൈവത്തെയും പള്ളിയെയും ഉപേക്ഷിച്ചവർ മാത്രം പാർട്ടി പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുർബാന സമയത്ത് ട്യൂഷൻ, നമ്മുടെ കുർബാന സമയത്ത് പാർട്ടി സമ്മേളനം, പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അതുപോലെ തന്നെയുള്ള യോഗങ്ങളൊക്കെ വെച്ചിട്ട് പതുക്കെ ഒന്നെങ്കിൽ അത് നിന്നെ ആശ്രയിച്ചിരിക്കും. ഒന്നെങ്കിൽ നിന്നെ പാർട്ടിയിൽ നിന്ന് അവർ മാറ്റും, അല്ലെങ്കിൽ അവിടുത്തെ ആനുകൂല്യം നിനക്ക് തരത്തില്ല, അല്ലെങ്കിൽ നിനക്ക് നീ അവരിൽ നിന്ന് നീ ദൈവത്തിൽ നിന്ന് മാറും. ഇതെന്താണ് സംഭവിച്ചതെന്ന് നീ ചിന്തിച്ചാൽ മതി. ഏതായാലും കർത്താവ് പറഞ്ഞു പോയി, എന്താണ്? ഞെരുക്കമാണ് മകനെ, സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക ഞെരുക്കം, ബലം പ്രയോഗിക്കുന്നവൻ മാത്രം അതിൽ പ്രവേശിക്കുന്നവൻ. ഇപ്പം എല്ലാം മനസ്സിലായില്ലേ? ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർത്ത അമ്മ മാതാവിനും ഈശോയ്ക്കും ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് മേരി മരിയ, ഇതെൻ്റെ ഭർത്താവ് റൈമണ്ട്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ എന്ന പ്രദേശത്താണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജനുവരിയിലാണ്. ഉടമ്പടി എടുത്തിട്ടും ഞാൻ കാര്യമായിട്ടൊന്നും ഉടമ്പടി പാലിക്കാനൊന്നും പറ്റിയില്ല. കുർബാനയ്ക്ക് പോകുകയോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനോ കഴിഞ്ഞില്ല. ആ ഇടയ്ക്കാണ് 2024 എൻ്റെ ഭർത്താവിന് കാർപ്പൻ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. ആ ഇടയ്ക്ക് ജോലിക്ക് പോയ സമയത്ത് വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയുണ്ടായി. അന്ന് തന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി. ഞാൻ പോയപ്പോൾ ബോധമുണ്ടായിരുന്നു, പക്ഷേ കാലുകൾ ചലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വേദന കൊണ്ട് വേദനിക്കുകയായിരുന്നു ആ സമയത്ത്. അന്ന് അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം ഞാൻ വീട്ടിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നു. മാതാവിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഉറക്കെ കരയുകയായിരുന്നു. കാരണം എനിക്ക് 4 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ അപ്പൻ മരിച്ചു. അമ്മ 6 വർഷമായി മരിച്ചിട്ട്. എനിക്ക് ആരുമില്ലായിരുന്നു. ഭർത്താവാണ് എനിക്ക് താങ്ങും തണലും. അപ്പം ആ സമയത്ത് എനിക്ക് സാമ്പത്തികമായി എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഉറക്കെ ഫോട്ടോ നോക്കി കരഞ്ഞ് തിരിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത അയൽവാസിയായ ഒരു ആൻറ്റി എനിക്ക് കുറച്ച് കാശ് തന്നു. ഞാൻ അതുമായി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഭർത്താവ് കാലുകൾ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് വിഷമങ്ങൾക്ക് കുറച്ച് മാറ്റം വന്നു. വീണ്ടും ഞങ്ങൾ പിറ്റേന്ന് ഡിസ്ചാർജായി. പക്ഷേ കാലുകൾ വീണ്ടും വേദനിക്കുകയായിരുന്നു. ഞങ്ങൾ വീണ്ടും ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ വെച്ച് സ്കാനിങ്, എക്സ്റേ എല്ലാം എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വയറിന് താഴെ എല്ലുകൾക്ക് ഗ്യാപ്പും നട്ടലിന് വളവും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. 3 മാസത്തോളം അവിടെ ചികിത്സയിലായിരുന്നു. പിന്നീട് ഡോക്ടർ പറഞ്ഞു, ഇവിടെ നിന്നാവില്ല, മംഗലാപുരത്തോ കോഴിക്കോടങ്ങ് പോകേണ്ടി വരും. ഞങ്ങളങ്ങനെ പിറ്റേന്ന് മംഗലാപുരത്തേക്ക് പോയി. മംഗലാപുരം പോയി മെഡിസിൻ, ഡോക്ടർ ഇതന്നെ പറഞ്ഞത്, ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആദ്യം മെഡിസിൻ കഴിക്കുമെന്ന് പറഞ്ഞു. മെഡിസിൻ തന്നു. വീട്ടിലെത്തി കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ യൂറിൻ പോകാതായി. പിന്നീട് ഞങ്ങൾക്ക് നല്ല വിഷമമായി. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും കൃപാസനത്തിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. ആൻറ്റി ഞങ്ങളോടൊപ്പം വന്നിരുന്നു. അങ്ങനെ ഞാനും ഭർത്താവും ആൻറ്റി ഇവിടത്തേക്ക് വന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അച്ഛനെ കാണേണ്ട ഭാഗ്യം എൻ്റെ ഭർത്താവിന് ലഭിച്ചു. അങ്ങനെ അച്ഛൻ കൈവെപ്പ് പ്രാർത്ഥന കുരിശുകൊണ്ട് ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. നടുവിന് വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ അന്ന് അത്രയും വേദനയോടെയായിരുന്നു. മുട്ടുകുത്താൻ പോലും ഭർത്താവിന് പറ്റിയിരുന്നില്ല. അത്ര വിഷമത്തോടെയായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ട്രെയിൻ അടുത്ത് തന്നെ സെക്കൻഡ് കൊണ്ട് വരുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലായിരുന്നു ഉണ്ടായത്. പെട്ടെന്നായിരുന്നു സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. ആ സമയത്ത് ആൻറ്റി മുമ്പ് 2 ദിവസം സുഖമില്ലാത്തായിരുന്നു. ആൻറ്റി പെട്ടെന്ന് ടയേർഡായി ആകെ അബോധാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങി. ആ സമയത്ത് വയ്യാതിരുന്ന കാലുകൾക്ക് അത്രയും വിഷമത്തോടെ വന്നിരുന്നായിരുന്നു എൻ്റെ ഭർത്താവ്. മുട്ടുകുത്താനൊന്നും പറ്റിയിരുന്നില്ല. ഭർത്താവ് പെട്ടെന്ന് വാരിയെടുത്തു. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അങ്ങനെ വാരിയെടുത്തു. ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങി താഴെ എത്തി ട്രെയിനിൽ കയറി. ആ ട്രെയിനിൽ കയറ്റുന്നവർ ഇത്രയും വിഷമം ഉണ്ടായിരുന്നു. ഭർത്താവ് ആ ആൻറ്റിയെ കയറ്റിയെടുത്തു.
ട്രെയിനിലാക്കുകയായിരുന്നു. ഇത്രയും ചെയ്തു തന്നത് അന്നത്തെ ആ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ അച്ഛൻ തന്ന ആ കൃപയാണ്. ആ സൗഖ്യത്തിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നീട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടില്ല, ഒരു ഹോസ്പിറ്റലും പോയിട്ടില്ല. ഞങ്ങൾ വീണ്ടും ഇന്നലെ വരുമ്പോൾ ഞങ്ങൾ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കി, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 2ാം നിലയിലും 3ാം നിലയിലും കയറി ഭർത്താവ് പണിക്ക് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ അടുത്ത സാക്ഷ്യം എൻ്റേതാണ്. ഞാനൊരു അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. 1997 ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ടെമ്പററി ആയിട്ടായിരുന്നു വർക്ക് ചെയ്തത്. പിന്നീട് എനിക്ക് പെർമനൻ്റായിട്ട് ജോലി കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഒരു കാലിത്തൊഴുത്ത് പോലത്തെ ഒരു റൂമായിരുന്നു എൻ്റെ ബിൽഡിങ്. കുട്ടികൾക്ക് വരാനോ ഒരു ഗ്യാസ് പോലും ഇല്ല. പുകയിലും തീയിലും പെട്ട് ഞാനും കുട്ടികളും വിഷമിച്ചു. ആ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങൾക്കൊരു മാറ്റത്തിന് വേണ്ടി. പിന്നീട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫിറ്റ്നസ് കിട്ടാതായി മറ്റൊരു ബിൽഡിങ്ങിലേക്ക് പോയി. അതും വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ മാനസിക വിഷമങ്ങൾ നേരിടേണ്ടി വന്നു. ഒരുപാട് കരഞ്ഞ നിമിഷങ്ങൾ ശരിക്കും വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വരും, ഫിറ്റ്നസ് കിട്ടുന്നില്ല, അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും, കുട്ടികളില്ല, പൂട്ടേണ്ടി വരും. ടീച്ചറുടെ കഴിവുകേട് കൊണ്ടാണ്. പക്ഷെ ദൈവം എനിക്കൊരുപാട് കഴിവ് നൽകിയിരുന്നു. ഞാൻ കുട്ടികളെ ഡാൻസ് ടീച്ചറാണ്. ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ കുട്ടികളെയും ഞാൻ ഡാൻസ് പഠിപ്പിച്ചത്. ഇത്രയും പാട്ടും കഴിവും എല്ലാ കഴിവും ഉണ്ടായിട്ടും എന്നെ ഉദ്യോഗസ്ഥർ വഴക്ക് പറഞ്ഞു. ടീച്ചറുടെ ഇതുകൊണ്ടാണ്. ടീച്ചർ 3rd ഗ്രേഡിലാണ് പെടുന്നത്. എനിക്ക് കരയാനല്ലാതെ എനിക്കൊന്നും കഴിഞ്ഞിരുന്നില്ല. എനിക്ക് ട്രാൻസ്ഫർ തരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് വീണ്ടും കൃപാസനത്തിലേക്ക് വന്നു. ഏപ്രിൽ മാസം ഞാൻ നിയോഗം എഴുതി. എനിക്ക് മാതാവേ, എനിക്കൊരു ട്രാൻസ്ഫർ തരണമേ, എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക്. അപ്പോൾ ആ പിറ്റേ മാസം ഏപ്രിൽ മാസം നിയോഗം എഴുതി വെച്ചു. മെയ് പകുതിക്ക് തന്നെ ഇതേ എന്നെ പറഞ്ഞ മേലുദ്യോഗസ്ഥന്മാർ സൂപ്പർവൈസർ CDP എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർക്ക് എവിടെയാണ് ട്രാൻസ്ഫർ വേണ്ടതെന്ന്. ഞാൻ ഉറക്കെ കരയുകയായിരുന്നു. എന്നെ അംഗീകരിച്ചല്ലോ, എൻ്റെ മാതാവ് ഇടപെട്ടത് കൊണ്ടാണ് എന്നെ അംഗീകരിച്ചത്. അപ്പോൾ തന്നെ എന്നെ മെയ് മാസം പകുതിക്ക് തന്നെ, മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്ന, ഞാൻ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിൽ ഔട്ടായതായിരുന്നു. അവിടുത്തേക്ക് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന നല്ല ജനങ്ങളുടെ, ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ആ സൂപ്പർവൈസറിനെ എന്നെ തള്ളിപ്പറഞ്ഞ് അവർ തന്നെ എന്നെ നല്ലതായി കരുതി. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെയ്തു വന്ന അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഭർത്താവ് മുമ്പൊന്നും ശരിക്കും ആത്മീയതയിലേക്ക് വന്നത് അന്ന് ആ വീഴ്ച കാരണം. ആ വീഴ്ചയിൽ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ആദ്യമൊന്നും പള്ളിയിലൊന്നും അങ്ങനെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നില്ല, പുറത്ത് വന്നിരുന്ന് പോവുകയായിരുന്നു. എനിക്ക് വല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെക്കാളും നന്നായിട്ട് പള്ളിയിൽ വരികയും ഭക്തിയോടെ കുർബാന കൈക്കൊള്ളുകയും കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ശരിക്കും അതൊരു വലിയ ഇടപെടലായിരുന്നു, ദൈവത്തിൻ്റെ ശരിക്കും ഒരു ഇടപെടൽ. ഇപ്പം ഭർത്താവ് ഇവിടുന്ന് കാശ് രൂപവും എല്ലാം കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുന്നു. ഞങ്ങൾ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഞാനും തന്നെ മുമ്പ് എനിക്ക് വലിയ അപകർഷതാബോധമായിരുന്നു. കുർബാന കൈക്കൊള്ളില്ല, മുന്നിലേക്ക് വരില്ല. ഞാൻ അച്ഛൻ പിറകിലേക്ക് വന്നാൽ മാത്രമേ ഞാൻ കൈക്കൊള്ളൂ. എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് വന്ന് തിരിച്ചു പോയപ്പോൾ തന്നെ എനിക്ക് എല്ലാവരും എന്നോട് പറഞ്ഞു, മേരിക്ക് എന്തൊരു മാറ്റമാണിപ്പോൾ കൃപാസനത്തിൽ പോയതിൻ്റെ ഫലമായിട്ടാണല്ലേ, മാതാവിൻ്റെ ആ കൃപ കൊണ്ടായിരിക്കും ഇപ്പം ഞാൻ പള്ളിയിൽ മുമ്പിലായിരിക്കുന്നത്. ഞാൻ വേദപാഠ ടീച്ചറും കൂടിയാണ്. ഞാൻ ഏറ്റവും മുമ്പിലിരുന്ന കുട്ടികളെ ഓരോ കാര്യങ്ങൾ ശരിക്കും എന്നെ പറയുന്നത് തന്നെ ഇപ്പം ടീച്ചർ വിശ്വാസ പരിശീലന പ്രക്രിയ ശരിക്കും ഈ ടീച്ചറാണ് നടത്തുന്നത്. ഞാൻ കുട്ടികളെയും കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന പോലെ ഓരോ രോഗികളെ സന്ദർശിക്കും. ഞാനും ഭർത്താവും പോകാറുണ്ട്. ഞങ്ങൾ വേദപാഠ കുട്ടികളെയും കൂട്ടി പ്രായമായവരെ വീട്ടിലും രോഗികളെ വീട്ടിലും പോയി അവർക്ക് ഗിഫ്റ്റുകളും കാശുകളും നൽകും. അനാഥ മന്ദിരത്തിൽ പോകുന്നുണ്ട്. അവർക്ക് വേണ്ട സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്രയും നൽകിയത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തിയ അമ്മ മാതാവിനും ഈശോക്കും നന്ദി പറയുന്നു. റോമ 8:28. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാൻ ഞങ്ങളെ 3 പേരെയും ഇവിടെ എത്തിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകുമാരനും 1000 നന്ദി. ഞാൻ സന്തോഷ് ജോസഫ്. ഇത് എൻ്റെ ഭാര്യ റീനാമോൾ തോമസ്. ഞങ്ങളുടെ ഒരേ ഒരു മകൾ ആഞ്ചലീന. ഞാൻ ഒരു അധ്യാപകനാണ്. വൈഫ് ഒരു നേഴ്സാണ്. കൊച്ച് +2 കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ ഞാൻ എത്താനായിട്ടുണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കുമ്മളി സെൻറ്റ് തോമസ് ഫൊറേന ചർച്ചിലെ ഇടവാംഗങ്ങളാണ്. 2022 നവംബർ മാസത്തിൽ ഞങ്ങളൊരു പുതിയ ഭവനം പണിയുന്നതിനായിട്ട്
പ്ലാൻ ചെയ്ത് ഫയലിങ്ങൊക്കെ നടത്തി പണികളൊക്കെ നടന്നു വരികയായിരുന്നു. ഞങ്ങൾ മറ്റൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുമുണ്ടായിരുന്നു. അവിടെ ഒരു പ്രായമായ അമ്മയും ഒരു കല്യാണം കഴിക്കാത്ത ഒരു മകനും വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവരുടെ പ്രവൃത്തികൾ അത്ര ശരിയല്ല എന്ന് പലരുടെയും കംപ്ലൈൻറ്റ് ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ അവരോട് അവിടുന്ന് വീട് താമസം മാറിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാലും അവർ അവിടുന്ന് മാറാനായിട്ട് കൂട്ടാക്കിയില്ല. ഇതേ തുടർന്ന് ഞങ്ങൾ കുമളി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും പോലീസിൻ്റെ സഹായത്തോടെ അവരെ വീട്ടിൽ നിന്നും താമസം മാറ്റുകയും ചെയ്തു. ഇത് നടന്നത് 2022 നവംബർ മാസത്തിലാണ്. ഇവർ താമസം മാറി ഒരു മാസം കഴിഞ്ഞപ്പോൾ, അതായത് 2022 ഡിസംബർ 2-ാം തീയതി, ഞാൻ അറിയുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു യുവതിയെ ജാതിപ്പേര് വിളിച്ച് അപമാനിച്ചു, ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യാജ കേസ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തവർ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അന്വേഷണം വന്നു. മുൻകൂർ ജാമ്യം ലഭിക്കുകയില്ലെന്ന് പറഞ്ഞു. മാന്യമായി ജീവിക്കുന്ന ഞങ്ങൾക്ക് ഒരു വലിയ നാണക്കേടായിരുന്നു. ഞങ്ങൾ വളരെ വിഷമിച്ചിരുന്ന ആ സമയത്ത് 2022 ഡിസംബർ 3-ാം തീയതി ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് കൃപാസനത്തിൽ പോകാമോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ 2018 കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. എനിക്കൊരു പത്രം എൻ്റെ കയ്യിൽ ലഭിച്ചിരുന്നു. പക്ഷേ ഞാൻ ആ കൃപാസന പത്രം വെറുതെ വീട്ടിലിട്ടു, വായിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കൃപാസനത്തെക്കുറിച്ച് തോന്നിപ്പിച്ചു. അത് പരിശുദ്ധ അമ്മയാണ് എന്നെ തോന്നിപ്പിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ എന്നിട്ട് എനിക്കന്ന് പോരാൻ പറ്റത്തില്ല. എൻ്റെ ഹസ്ബൻഡിന് ജാമ്യത്തിന് വേണ്ടി ഞാൻ നടക്കുവാണ്. ഹസ്ബൻഡിന് വെളിയിൽ നടക്കാൻ മേലെ ഞാനും വർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു ചോദിച്ചു, ചേച്ചിയുടെ ഹസ്ബൻഡിനോട് കൃപാസനത്തിലൊന്ന് പോകാമോ? കൃപാസനം എവിടെയാണെന്നറിയത്തില്ല. ഞാൻ ആ പത്രം എടുത്തു, കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നു. ആ പത്രം കിട്ടി. പത്രം എടുത്ത് ഞാൻ കലബോ ജംഗ്ഷനിലാന്ന് പറഞ്ഞ് ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഞാൻ കൃപാസനത്തിൽ വിട്ട് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു, ഉടമ്പടി എടുക്കുന്നത് നമ്മൾ അൾത്താരെ കയറി നിന്ന് ഉടമ്പടി ഈശോയോടാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ആ വ്യക്തി ഉടമ്പടി എടുക്കണം. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഉടമ്പടി എടുക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങനെയാണെങ്കിലും എനിക്കൊരു ഉടമ്പടി വേണം ചേട്ടാ, ഈ ഉടമ്പടി എടുത്തിട്ട് വരണം. ഹസ്ബൻഡിൻ്റെ പേരിൽ ഉടമ്പടി എടുത്തിട്ട് വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഉടമ്പടി എടുത്തിട്ട് വന്നു. ആ ഉടമ്പടി അന്ന് മുതൽ ഞങ്ങൾ പാലിച്ചു വരികയാണ്. അങ്ങനെ ഞങ്ങൾ കേസ് സെക്ഷനിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ സെക്ഷനിൽ നിന്ന് മുൻകൂർ ജാമ്യമില്ല, നോൺ ബെയിലബിൾ കേസാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഹൈക്കോർട്ടിലേക്ക് കേസ് വക്കീലിനെ കണ്ടുകൊടുത്തു. അതിനുശേഷം അത് കൊടുത്ത ശേഷം ഡിസംബർ 10-ന് ഞങ്ങളിവിടെ അച്ഛനെ കാണാൻ വന്നു. അച്ഛനോട് ഇവിടെ വന്ന് ഹസ്ബൻഡിൻ്റെ തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛൻ വളരെ കൂളായി ചിരിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ധൈര്യമായിട്ട് പോക്കോ, ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് ഈ കൃപാസനത്തിൽ ഞാൻ ഇവിടെ വന്ന് പുറകിലിരിപ്പുണ്ട്. അവിടെ ഇരുന്ന് എനിക്ക് ജോസഫ് അച്ഛനെ ചിരിച്ചുകൊണ്ട് പറയുന്ന കണ്ടപ്പം എനിക്ക് എന്താ എൻ്റെ അനുഭവം എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഞങ്ങൾ അതിൽ അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ ഈ ചർച്ചിൽ നിന്ന് ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത് കറക്റ്റ് 30 ദിവസം കഴിഞ്ഞപ്പോൾ ജനുവരി 3-ന് ഞങ്ങൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു ഹൈക്കോർട്ടിൽ നിന്നും. ജോൺ ബെയിലബിൾ കേസാണ്, ഹൈക്കോർട്ടിൽ നിന്നും ജാമ്യം കിട്ടുകയില്ല എന്ന് വക്കീൽ അവിടുന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ജാമ്യം നിന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ 1-ാമത്തെ സാക്ഷ്യം. അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ഞങ്ങൾ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പം ജുഗുലാർ വെയിനിൽ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല വെയിൻ സ്പെഷ്യലിസ്റ്റ് ഉള്ളിടത്ത് കൊണ്ടുപോയി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെന്നാൽ എറണാകുളത്ത് പോകാം എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കേസ് വന്നത്. അപ്പം ഞങ്ങൾ ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എന്നും ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഹസ്ബൻഡ് കുരിശു വരച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ആ മുഴ കഴുത്തിൽ നിന്നും അപ്രതീക്ഷിതമായി. ഇതാണ് എൻ്റെ 2-ാമത്തെ സാക്ഷ്യം. അതിനുശേഷം ഞങ്ങൾ പോയി സ്കാൻ ചെയ്തു. ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ മുഴയില്ല ഇപ്പം. ഇത് കൂടാതെ ഞങ്ങൾക്ക് ഈ ഹസ്ബൻഡിൻ്റെ കേസ് നടക്കുന്ന സമയത്ത് എൻ്റെ മോൾ SSLC എക്സാമിന് പഠിക്കുകയാണ്. ഡിസംബർ മാസമായിരുന്നു. മാർച്ച് മാസം അവൾക്ക് എക്സാം. അപ്പം ക്രിസ്മസ് എക്സാം നടക്കുന്നു. അതിനുശേഷം സീരിയസ് ടെസ്റ്റ് എക്സാമുകൾ നടക്കുന്നു. അവൾ ആകെ മെൻ്റലി അപ്സെറ്റ്. എനിക്ക് നോക്കാൻ സമയമില്ല. അവൾ മാർക്ക് കുറയുന്നു. സീരിയസ് ടെസ്റ്റ് നന്നായി മാർക്ക് കുറയുന്നു. ടീച്ചർമാർ ചോദിക്കുന്നു. അവൾ ആകെ വിഷമത്തിലായി. ഞാൻ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു. കാരണം എനിക്ക് എല്ലാം കൂടെ നോക്കാനുള്ള എൻ്റെ മനസ്സ് ഞാൻ അപ്സെറ്റായി.
പരിശുദ്ധ അമ്മയെ എൻ്റെ മകളെ ഞാൻ ഏൽപ്പിച്ചു. നീ എൻ്റെ മകൾ ഇത്രയും പഠിച്ചത് അവൾക്കും മാർക്ക് നീയും അവൾക്ക് മാർക്ക് കൊടുക്കണം. എൻ്റെ അമ്മയെ പരിശുദ്ധമ്മയെ നീ കൈവിടരുതേ എന്ന് ഞാൻ മുറുകെ പിടിച്ചു. എൻ്റെ മോൾ ഫുൾ A+ഓടെ SSLCക്ക് വിജയം കൈവരിച്ചു. അതിനുശേഷം അവൾ +1 ജോയിൻ ചെയ്തു. +1 ജോയിൻ ചെയ്തപ്പം അവൾ ബോട്ടണി ഭയങ്കര ഇഷ്ടമാണ് ബയോളജി പഠിക്കാൻ. ബോട്ടണി പരീക്ഷ എത്ര പരീക്ഷ എഴുതിയാലും അവൾ ആദ്യം തൊട്ട് മിഡ് ടേം തൊട്ട് മോഡൽ എക്സാം വരെ ബോട്ടണി എക്സാമിന് അവൾ ഫെയിലായിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് മോഡൽ എക്സാമിനാണ് അവൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഇയറിൽ +1 അവൾ ജയിച്ചത്. നല്ല മിടുക്കിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന മോള് എന്താണെന്നറിയുന്നില്ല ബോട്ടണിക്ക് മാർക്ക് പറഞ്ഞു. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എൻ്റെ പരിശുദ്ധ അമ്മ +2 ആണ് ഒരു കൊച്ചിന് പിന്നെ അടുത്ത പ്രൊഫഷണൽ കോഴ്സിന് പോകാൻ അവൾക്ക് +1 +2 മാർക്കില്ലാതെ ഒരു മാർക്കുമില്ല. എൻ്റെ അമ്മയെ നീ ഒരു കൈവിടരുതേ എൻ്റെ മകളെ. അവൾ +1 പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ പരീക്ഷ കുഴപ്പമില്ലായിരുന്നു, പ്രതീക്ഷിച്ചതിലും എളുപ്പമായിരുന്നു. മാർക്ക് വന്നപ്പോൾ 80-ൽ 77 മാർക്ക് ബയോളജിക്ക് കിട്ടി. എൻ്റെ മകൾ പാസ്സായി. അങ്ങനെ +1 +2 ഫുൾ A+ഓടെ പാസ്സായി. +2 കാര്യം എൻ്റെ മകൾ തന്നെ പറയും. ഇതുകൂടാതെ എനിക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളും കൂടെ പറയാം. എനിക്ക് അലർജി രോഗമുണ്ടായിരുന്നു. ഒരു 5 വർഷത്തിലധികമായി എനിക്ക് അലർജി ഉണ്ടായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ ചുമ്മാ ചെറിയൊരു തുമ്മലോ അല്ലെങ്കിൽ ചെറിയൊരു അസുഖങ്ങളൊന്നും അല്ല. തുമ്മൽ മാത്രമല്ല, തുമ്മൽ തുടങ്ങി ദേഹം മുഴുവൻ തടിച്ച് ചുണ്ട് നീര് വെച്ച് മുഖവും എല്ലാം നീര് വെച്ച് ശരിക്കും അവസാനം ശ്വാസ തടസ്സത്തിൽ വരെ വന്നു എനിക്ക്. അങ്ങനെ പല ആശുപത്രികളിൽ പോയെങ്കിലും എനിക്ക് 5 വർഷമായിട്ട് എനിക്ക് രോഗത്തിന് യാതൊരു കുറവുമുണ്ടായില്ല. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി എനിക്ക് ഇന്ന് ഒരു അലർജി രോഗവും പിന്നീടുണ്ടായിട്ടില്ല. ഈ 2022 ഇവിടെ ഉടമ്പടി വന്നെടുത്ത ശേഷം ഇന്ന് വരെ എനിക്ക് ഒരു അലർജി മരുന്ന് പോലും കഴിക്കേണ്ട ഒരിട എനിക്ക് വന്നിട്ടില്ല. ഇത് കൂടാതെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആൾക്കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കത്തില്ല. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം കൊണ്ടുപോകും. പത്രം കൊണ്ടുപോയി ഞങ്ങൾ ചുമ്മാ പള്ളിയിലൊന്നും കൊടുക്കുകയല്ല, ഞങ്ങൾ വീടുകൾ കയറി ഇറങ്ങി, ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത് പത്രം കൊടുക്കാനായിട്ട്. ഞങ്ങൾക്ക് ഒരു നാണക്കേടുമില്ല. വീടുകൾ കയറി ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പിൽ, ബസ്സിൽ, പിന്നെ പള്ളികളിൽ, എല്ലായിടത്തും ആശുപത്രികളിൽ എല്ലാം ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പത്രം. പിന്നെ പ്രത്യേകം ഞാൻ പത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഓരോ വ്യക്തിയെയും ഞാൻ സമർപ്പിച്ച് എന്നും പ്രാർത്ഥിക്കും. എനിക്ക് പത്രം എൻ്റെ കയ്യിൽ നിന്ന് ചിലർ നമ്മൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട ഓക്കെ എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ അവരെ ഒന്നും പറയത്തില്ല. പക്ഷേ പത്രം വാങ്ങിച്ച എല്ലാ വ്യക്തികളെയും ഞാൻ സമർപ്പിച്ച് എന്നും പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടുത്തെ ധ്യാനം കൃത്യമായിട്ട് ചൊവ്വാഴ്ച കൂടാറുണ്ട്. പിന്നെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന രാവിലെ 5:30 എണീറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുകൂടാതെ സാക്ഷ്യങ്ങൾ കൂടും. എല്ലാം വാട്സപ്പ്, ഫേസ്ബുക്ക്, എല്ലാ സോഷ്യൽ മീഡിയയിലും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഞാനും എൻ്റെ മകളും ഞങ്ങൾ ഡിസംബർ 2, 2022 ഉടമ്പടി എടുത്തെങ്കിൽ അന്ന് മുതൽ ഞങ്ങൾ 3 പേരും ഉടമ്പടി പാലിച്ച് ജീവിക്കുകയാണ്. കാരുണ്യ പ്രവൃത്തിയായിട്ട് കുമളിയിൽ ഞങ്ങൾ അവിടെ ഒരു 10-200 അന്തേവാസികൾ താമസിക്കുന്ന സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ആലയമുണ്ട്. അവിടെ ഭക്ഷണം കൊടുക്കാറുണ്ട്, അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണം, ഞങ്ങളുടെ ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറിയും അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഓരോ ആഘോഷങ്ങളും വയ്ക്കാതെ അന്ന് ഞങ്ങൾ അവരുടെ കൂടെ അവർക്ക് ഫുഡ് കൊടുക്കാനാണ് കൂടുതൽ ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. പിന്നെ അതുകൂടാതെ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാറുണ്ട്. ഞങ്ങൾ ഒരാളല്ല, ഞങ്ങൾ 3 പേര് ഒന്നിച്ച് ഈ ജോലി കഴിഞ്ഞ് വന്ന് രോഗികളെ കാണാൻ പോവും, രോഗികളെ സന്ദർശിക്കും. ഇതിലെല്ലാം ഉപരി ഞങ്ങൾക്ക് കിട്ടിയ ഭൗതികമായ എല്ലാ അനുഭവങ്ങളെക്കാളും അനുഗ്രഹങ്ങളെക്കാളും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞങ്ങൾക്ക് ജപമാല ഒരു ദിവസത്തിൽ എത്ര ചെല്ലിയാലും ഞങ്ങൾക്ക് മതിയാവത്തില്ല. ജപമാല ഞങ്ങൾ വൈകുന്നേരം ജപമാല ചെല്ലുന്നതല്ലാതെ ഞങ്ങൾ പകല് സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ ജപമാല ചെല്ലും. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ സാക്ഷ്യം കൂടുകയും ജപമാല ചെയ്യുകയും ജപമാല ചെല്ലുകയും എല്ലാം ചെയ്യും. ഞങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥന. എൻ്റെ മോളോട് ഞാൻ എപ്പോഴും പറയും, പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും ആയുധം. നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാം നമുക്ക് സാധിക്കും. നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ പവർ. പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നും ദിവ്യബലിയെ സംബന്ധിക്കുവാനും, അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ ശ്രമിക്കും. എങ്ങാനും പറ്റിയില്ല എങ്കിൽ 1 മാസത്തിലൊരിക്കൽ എങ്ങനെയാണ് ഞങ്ങൾ കുമ്പസാരിക്കും. പിന്നെ ആധ്യാത്മികമായി ഞങ്ങൾക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളെല്ലാം വന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ആഞ്ചലീന. ഞാൻ വരുന്നത് സെൻറ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നിന്നാണ്.
ഞാൻ ഉടമ്പടി എടുക്കുന്നത് 27/12/2024 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ പാപ്പ ഉടമ്പടി എടുത്തപ്പോൾ മുതലേ ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു വരുന്ന ഒരാളാണ്. എന്നിരുന്നാലും +2 പഠിക്കുന്ന കാലഘട്ടത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്ന +2-ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, പഠിച്ചു പോകുന്നു. മോഡൽ എക്സാം എല്ലാം ഒരു കുഴപ്പവുമില്ല, എല്ലാം നല്ല മാർക്കോടുകൂടി പാസ്സായി. അങ്ങനെ ഇരിക്കെ പബ്ലിക് എക്സാം ആയപ്പോൾ നല്ല ടഫ് എക്സാം ആയിരുന്നു. ടീച്ചേഴ്സ് പോലും പറഞ്ഞു എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആണല്ലോ എന്നോർത്തു. നല്ല പേടിയോടെ എക്സാമിനെല്ലാം പോയപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാതാവും ഈശോയും ഇടപെട്ട് എനിക്ക് ഫുൾ A+ നൽകി എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ എനിക്ക് 10ലും +2-ലും +1-ലും ഫുൾ A+ നൽകി അമ്മയും ഈശോയും എന്നെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ എനിക്ക് നാട്ടിൽ LBSൽ നഴ്സിംഗ് പഠിക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കെ +2 പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, എന്താണേലും നാട്ടിൽ നഴ്സിംഗ് പഠിച്ചിട്ട് പുറത്ത് പോയി ജോലി ചെയ്യാനല്ലേ താല്പര്യം, എന്നാൽ പിന്നെ പുറത്ത് പോയി പഠിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു വിഷയം ഞങ്ങളുടെ ഇടയിൽ വന്നു. അത് എനിക്ക് ഉറപ്പാണ് മാതാവായിട്ട് അമ്മയിലൂടെ ആ സന്ദേശം അറിയിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ എന്നാൽ ഓസ്ട്രേലിയ നോക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ PT പഠിക്കാൻ തുടങ്ങി. 1 മാസത്തെ കോഴ്സ് എടുത്തു. എന്നിട്ട് ഞാൻ അടുത്ത മാസം എക്സാം എഴുതാൻ തുടങ്ങി. ആദ്യത്തെ എക്സാം എഴുതി. അപ്പോൾ ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി. അന്ന് എനിക്ക് സുഗന്ധാഭിഷേകമുണ്ടായി. അന്ന് അച്ഛൻ പറഞ്ഞു, പോയി രക്ഷപ്പെടും മക്കളെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഉറപ്പായും ഒരു നല്ല നിലയിലെത്തും എന്നുള്ളത് എനിക്കൊരു നല്ല ആത്മവിശ്വാസം വന്നു. അങ്ങനെ ഞാൻ PT എഴുതി. ഒന്നാമത്തെ എഴുതി കിട്ടിയില്ല. അങ്ങനെ ഞാൻ 5 തവണ PT എഴുതി. എനിക്ക് ഒന്നെങ്കിൽ ഒരു മോഡ്യൂള് ഇല്ലെങ്കിൽ ഒരു മാർക്കിനൊക്കെ എൻ്റെ PT പോകുമായിരുന്നു. അങ്ങനെ ഞാൻ എന്നാൽ ഓസ്ട്രേലിയ വേണ്ട, എന്നാൽ UK നോക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനെ UKയുടെ ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തു. ആ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് വരെ ഉള്ളവരെ നഴ്സിങ്ങിന് എടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അങ്ങനെ അവിടെ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തു. അവരെന്നോട് ഫീഡ്ബാക്ക് പറഞ്ഞു, എൻ്റെ ഇംഗ്ലീഷൊക്കെ നല്ലതാണ്, പക്ഷേ എനിക്ക് നഴ്സിംഗ് നോളജ് കുറവാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. PT കിട്ടുന്നില്ല, ഓസ്ട്രേലിയ നോക്കാൻ പറ്റുന്നില്ല, UK അവരെന്നെ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അമ്മയോടും പപ്പയോടും പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യും? UK-കാർ എൻ്റെ നഴ്സിങ്ങിന് നോളജ് കുറവാണെന്ന് പറഞ്ഞു. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോവല്ലേ? അപ്പോൾ അവരെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ഞാൻ ഇവരോട് ചോദിച്ചു. അപ്പോൾ പപ്പയും പറഞ്ഞു, എല്ലാം നല്ലതിനാ, മാതാവും ഈശോയും നിനക്കൊരു നല്ല വഴി തെളിച്ച് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിരിക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടും ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന വാതിലാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കൂടെ ഓൺലൈനിൽ PT പഠിച്ച ഒരു കൊച്ചെനിക്ക് മെസ്സേജ് അയച്ചു. അവൾ ക്ലബിംഗ് സ്കോർ വെച്ചാണ് ഓസ്ട്രേലിയക്ക് പോകുന്നത്. നീ ഒന്നുകൂടെ PT എഴുതി നോക്ക്, നിനക്ക് കിട്ടാത്ത മോഡ്യൂൾ ചിലപ്പം നിനക്ക് അടുത്ത കിട്ടും, ചിലപ്പോൾ നിനക്ക് ഫുള്ളായിട്ടും അടുത്ത പ്രാവശ്യം കിട്ടും, നീ എഴുതാൻ പറഞ്ഞു. എന്നിട്ടും എനിക്ക് മടിയായിരുന്നു. അങ്ങനെ ഇരിക്കുക അമ്മ പറഞ്ഞു, എന്നാൽ ഒന്നുകൂടെ എഴുതി നോക്കാം, ലാസ്റ്റ് ഒരു എഴുത്തൂടെ, മാതാവും ഈശോയും എന്താണേ തീരുമാനിക്കട്ടെ, ഉറപ്പായും തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 6ാമത്തെ അറ്റംപ്റ്റ് PT എഴുതാനായിട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഉറക്കത്തിൽ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഈ പ്രാവശ്യം PT ലിസണിങ് മോഡ്യൂൾ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, മാതാവായിരിക്കും പറഞ്ഞേ, മോള് കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ ഉറക്കത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റപ്പോഴാണ് അമ്മ പറയുന്നത് ഞാനിങ്ങനെ രാത്രി പറഞ്ഞായിരുന്നെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് PT എക്സാം കിട്ടും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ PT എക്സാം എഴുതാൻ ചെന്നപ്പോൾ ഞാൻ ഈ 5 തവണ എഴുതിയപ്പോഴും 1, 2, 3 മാക്സിമം ഒരു 4 പേര്, അതിൽ കൂടുതലുള്ളവർ എൻ്റെ കൂടെ അത്രയും പേരിൽ കൂടുതൽ എൻ്റെ കൂടെ എക്സാം എഴുതിയിട്ടില്ല. ഞാൻ തന്നെ വരെ എക്സാം എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം PT ഇതിന്ന് നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ അല്ല, നമ്മൾ കമ്പ്യൂട്ടറിനോടാണ് എല്ലാം ചെയ്യുന്നത്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് റീഡിങ്. അപ്പം സ്പീക്കിങ്ങിനൊക്കെ കയറിക്കഴിഞ്ഞാൽ കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് സ്പീക്കിംഗ് സമയത്ത്. അപ്പോൾ ഞാൻ അന്ന് 6th അറ്റംപ്റ്റിന് ചെന്നപ്പോൾ ഞാൻ 5 പ്രാവശ്യവും കാണാത്തതിലും അധികം ആൾക്കാരാണ്. എൻ്റെ ഹോളും നിറച്ച് മനുഷ്യരാണ് PT എഴുതാൻ വന്നേക്കുക. എനിക്ക് നല്ല ടെൻഷനായി. കാരണം സ്പീക്കിംഗ് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ മനസ്സിൽ. എങ്ങനെ ഞാൻ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും, എനിക്കൊന്നും അറിയത്തില്ല. അപ്പോഴത്തേക്കും പപ്പ പറഞ്ഞു, ഇവിടെ വന്നിരിക്കുന്നവരുടെയൊക്കെ ചിലപ്പോൾ ആദ്യത്തെയോ 2ാമത്തെയോ എഴുത്തായിരിക്കും, പക്ഷെ നമ്മുടെ ലാസ്റ്റത്തെ എഴുത്താണ്. നീ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കയറിക്കോ, ഈ പ്രാവശ്യം മാതാവ് നിനക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാമിന് കയറാൻ നേരം പുറത്ത് വാതിലിൻ്റെ അവിടെ നിന്നിട്ട് പറഞ്ഞു, മാതാവ് വേണം എഴുതാൻ, മാതാവ് വേണം റീഡ് ചെയ്യാൻ, മാതാവ് വേണം റൈറ്റ് ചെയ്യാൻ, മാതാവ് വേണം ലിസൺ ചെയ്യാൻ എന്ന് പറഞ്ഞ് ഞാൻ എക്സാമിന് കയറി. ഞാനാണ് 2ാമത്തെ എക്സാമിന് കയറിയത്. എക്സാം കഴിഞ്ഞ് ആദ്യം ഞാനാണ് ഇറങ്ങിയത്.
എക്സാം കഴിഞ്ഞ് ഇറങ്ങി പുറത്ത് വന്നപ്പോഴേക്കും എന്നോടൊരു ചേച്ചി ചോദിച്ചു, എനിക്ക് എത്രയാ സ്കോർ വേണ്ടതെന്നൊരു ചേച്ചി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 66 ആ ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു 66 ആണ് ഓസ്ട്രേലിയക്ക് വേണ്ടതെന്ന്. കാരണം ഞാൻ PT പഠിക്കാൻ സമയത്ത് 65 ആയിരുന്നു നഴ്സിങ്ങിന് വേണ്ടിയിരുന്നത് എല്ലാ മോഡ്യൂളിനും. പക്ഷേ ഞാൻ എക്സാമും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് 66 എന്നുള്ളൊരു നിയമത്തിലേക്ക് ഓസ്ട്രേലിയ മൂവ് ചെയ്തെന്ന്. പക്ഷേ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കത് ഉറപ്പായി. എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെയാണ് എന്നെ 66 എന്നുള്ളൊരു സംഖ്യ പറയാൻ പോലും പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ ചേച്ചി എന്നോട് ചോദിച്ചു, നേഴ്സിങ്ങിന് പോകാനാ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അതെ നേഴ്സിങ്ങിന് പോകാനാന്ന് പറഞ്ഞു. ഈ നടന്ന സംഭവം ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്ത് വന്ന് പേരൻസിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് ഉറപ്പായും മാതാവ് ചോദിച്ചതാ, ഈ പ്രാവശ്യം എന്താണേലും നിനക്ക് PT കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന ഒരു സാറ്റർഡേ ആണ്. അങ്ങനെ സൺഡേ റിസൾട്ട് വരാത്തതുകൊണ്ട് എനിക്ക് മൺഡേ ആണ് റിസൾട്ട് വരുന്നത്. മൺഡേ രാവിലെ 12 മിഡ്നൈറ്റിലാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ എണീറ്റപ്പോൾ എനിക്ക് മെയിൽ വന്നു എൻ്റെ റിസൾട്ട് പബ്ലിഷ്ഡ് ആയെന്ന്. എനിക്ക് ടെൻഷനായി. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലാൻ തുടങ്ങി. റിസൾട്ട് നോക്കാൻ പേടിയാണ്. കാരണം ഇത്രയും പ്രാവശ്യം എഴുതി എനിക്ക് പൊക്കോണ്ടിരുന്നത് ഓവറോൾ എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ഓരോ മോഡ്യൂളിനല്ലേ ഓരോ മാർക്കിനാണ് പോകുന്നത്. അത്ര നാളും എനിക്ക് 65ഉം 67ഉം 69ഉം ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈച്ച് മോഡ്യൂളിന് 66 കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മാർക്ക് തുറന്നപ്പോഴേക്കും എനിക്ക് ഓവറോൾ 69ഉം 2 മോഡ്യൂൾസിന് 66ഉം ബാക്കിയുള്ളതിന് 69 ലെബോ തന്ന് എനിക്ക് മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു. അത് എനിക്ക് വരുന്നത് എൻ്റെ ഉടമ്പടി തീരുന്ന ദിവസമായിരുന്നു എനിക്ക് ആ റിസൾട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവും ഈശോയും ഇടപെട്ടാണ് എനിക്ക് ആ PT തന്നതെന്ന്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അത് കഴിഞ്ഞ് PT കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഇനി ശരിയായി, ഏറ്റവും വലിയൊരു കടമ കടന്നു, ഇനി എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാം എന്നുള്ളൊരു വിചാരമായി. എന്നിരുന്നാലും പ്രാർത്ഥനയ്ക്കൊരു കുറവുമില്ല, എന്നാലും ഒരു വിചാരമായി. അപ്പോഴത്തേക്കും ഇനി യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഇരുന്നപ്പം ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണമെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഞാൻ യൂട്യൂബിലേക്ക് കയറിയപ്പോൾ എനിക്കൊരു സാക്ഷ്യം കയറി വന്നു. 10 തവണ PT എഴുതി കിട്ടാത്ത ഒരു ചേച്ചി ഓസ്ട്രേലിയക്ക് പോകുന്ന കാര്യം. അത് ഞാൻ കേട്ടപ്പോൾ ആ ചേച്ചി ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഈ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു. ഇപ്പം ഞാൻ ആ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. അത് പ്രോസസ്സിങ് തുടങ്ങി. ലോൺ, അടുത്ത സ്റ്റെപ്പ് ലോണാണ്. അപ്പോൾ ലോണിന് ചെന്നപ്പോൾ ഒരുപാട് തടസ്സമായിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ ലാസ്റ്റ് ലോൺ കിട്ടത്തില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോലും വരുന്ന ഒരു സിറ്റുവേഷനിലായി. ഞാൻ മാതാവിൻ്റെ ഈശോയുടെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇത്രയുമായി ഇനിയും മുന്നോട്ട് പോയില്ലെങ്കിൽ എൻ്റെ പഠനം എന്താകുമെന്ന് പോലും ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ ആ സമയത്താണ് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ അടുത്ത പ്രാവശ്യം ഇനി പുതുക്കാൻ വരുമ്പോൾ എനിക്ക് ഓസ്ട്രേലിയൻ വിസായും കൊണ്ടായിരിക്കും ഞാൻ ഇവിടെ വരണമെന്ന് എനിക്കൊരു അടയാളമായിട്ട് ഈ പ്രാവശ്യം പുതുക്കി പോകുന്ന റാലിയിൽ എനിക്ക് മാതാവിനെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ അമ്മയും അപ്പുറത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അമ്മ ഇതേ കാര്യം മാതാവിനെ എനിക്ക് കിട്ടണം എന്നുള്ള കാര്യം പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ അറിയുന്നത് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയുന്ന അമ്മയും ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചിരുന്നുവെന്ന്. അന്ന് എനിക്ക് മാതാവിനെ കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് ഓസ്ട്രേലിയൻ വിസായും കൊണ്ടേ ഞാൻ അടുത്ത പുതുക്കാൻ വരുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഓസ്ട്രേലിയൻ വിസായും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ എനിക്ക് മാതാവും ഈശോയും ഇടപെട്ട് ആ ഒരു പുതുക്കൽ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ നല്ലൊരു മാനേജറായിരുന്നു. മാതാവ് ഈശോ ഇടപെട്ട് തന്നൊരു മാനേജർ. അങ്ങനെ എനിക്ക് ഒരാഴ്ചയും കൊണ്ട് പുതുക്കി കഴിഞ്ഞ് വന്നിച്ചെന്ന ഒരാഴ്ചയും കൊണ്ട് എനിക്ക് ലോൺ ശരിയാക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ അൺകണ്ടീഷണലിൽ വെച്ച് 1 മാസം എടുത്തിരുന്നെങ്കിലും എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് COE വന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് വിസായിക്ക് വെക്കാൻ. ഞാൻ വിസായിക്ക് വെച്ച് കഴിഞ്ഞ് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ 90% റിജക്ഷനായി. എല്ലാം ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥന മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നവംബർ 8-ാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നവംബർ 11 എൻ്റെ ബർത്ത്ഡേ ആണ്. അതിന് മുന്നായിട്ട് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ അപ്രൂവ് ചെയ്ത് തരണേന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എനിക്ക് നവംബർ 8-ാം തീയതി ഒരു ശനിയാഴ്ച എനിക്ക് ഓസ്ട്രേലിയൻ വിസ അപ്രൂവായി വന്നു. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും ഞാൻ പാടുപെട്ടാണ് ഇതിലൂടെ കടന്നു പോയത്. ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായി, എന്നാലും പ്രാർത്ഥന ഞാൻ മുറുകെ പിടിച്ചു. അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയൻ വിസ ഇപ്പോൾ അപ്രൂവായി. ഞാൻ അടുത്ത മാസം ഓസ്ട്രേലിയക്ക് പോവാണ്. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, എനിക്ക് വാച്ച് ഉണ്ടായിരുന്നു കയ്യിൽ, അരിമ്പാറ ഉണ്ടായിരുന്നു.
അത് എനിക്ക് PT-ക്കൊക്കെ ചെല്ലുമ്പോൾ അവർ നമ്മുടെ കൈയും കാലും ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര എനിക്കൊരു ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിരുന്നു. അപ്പം ഞാൻ അത് വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ കയ്യിലോ കാലിലോ ഒരിടത്തും അരിമ്പാറയില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന പത്രം ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡുകളിലും പള്ളികളിലും ആശുപത്രികളിലും എല്ലാം കയറി നടന്ന് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് ധ്യാനങ്ങളെല്ലാം കൂടുകയും എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലായിടത്തോടെയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് അനാഥാലയം, ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെയുള്ളവർക്ക് ഫുഡ് കൊടുക്കുകയും ഫുഡ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പൈസ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ആത്മീയമായി ഒരുപാട് വളർന്നു. ഞാൻ അധികം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എന്നും പള്ളിയിൽ പോവുകയോ അല്ലാതെ എക്സ്ട്രാ കൊന്ത ചെല്ലുകയോ അങ്ങനത്തെ ഒരു ശൈലിയൊന്നും എനിക്കില്ലായിരുന്നു. ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാ ദിവസവും ഞാനും അമ്മയും ഒരു മുഴുവൻ ജപമാല, അത് സ്ട്രിക്റ്റാണ്. എല്ലാ ദിവസവും ഞങ്ങൾ ചെല്ലിയില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഡേ ഇൻകംപ്ലീറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ അത് ചെല്ലും. എവറി ഡേ ഞങ്ങൾ പള്ളിയിൽ പോകും. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇപ്പം മനോഹരമായി പോകുന്നു. അടുത്ത മാസം ഞാൻ ഓസ്ട്രേലിയക്ക് പോവാം. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അയോഗ്യരായ ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നിർത്തിയതിന് ദൈവമാതാവിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈനി. ഇതെൻ്റെ സഹോദരൻ്റെ ഭാര്യ ഡൈനി. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 3/9/2022 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എന്നോട് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപികയായിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ആദ്യം കേട്ടിരുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാതാവിൻ്റെ മുമ്പിൽ എഴുതി സമർപ്പിക്കുന്ന ഒരു പള്ളി, അത്ര മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എനിക്കും ഈ പള്ളിയിലൊന്ന് വന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ആ ഭാഗത്തു നിന്നൊരു വാഹന സൗകര്യം ഉണ്ടാവുകയും എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുകയും ചെയ്തത്. ഇങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്ന ആ സമയത്തായിരുന്നു എൻ്റെ സഹോദരൻ്റെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിലും അവരുടെ ഭവനം പണി പൂർത്തിയാകുന്നതിനെക്കുറിച്ചുള്ളൊരു നിയോഗം ഞാൻ വെച്ചിരുന്നു. അവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി വസ്തുക്കളൊക്കെ അവർ തറയിൽ ഇട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ഒക്കെ ചെയ്തു വന്നിരുന്നു. അങ്ങനെ 1.5 വർഷം കൊണ്ട് അവർക്ക് നല്ലൊരു ഭവനം നൽകി അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ 5 വർഷമായിട്ട് എനിക്ക് ശക്തമായ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാലോ ഒരു രാത്രി കുറച്ച് വൈകി ഉറങ്ങിയാലോ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയും ഛർദിയും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല. കോഴിക്കോട് നിന്ന് ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. എനിക്ക് എത്ര നേരം വേണേലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനോ ഉറങ്ങുന്നതിനോ ഒരു കുഴപ്പവുമില്ല. എല്ലാം എനിക്ക് അമ്മ മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹമാണ്. 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു അതിഭയങ്കരമായ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ മാതാവ് കാത്തു സംരക്ഷിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് അന്ന് രാത്രിയിലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന ഒരു വലിയ മരം, തേക്ക്, കാർ ഷെഡിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും പക്ഷേ വാഹനത്തിനോ കെട്ടിടത്തിനോ യാതൊരു പോറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് എടുത്തു വെച്ചതുപോലെയായിരുന്നു ആ വലിയ മരം ഞങ്ങളുടെ മുറ്റത്ത് കിടന്നത്. അന്ന് തന്നെ കരണ്ടൊക്കെ പോയി. ഞങ്ങൾ രാത്രി കയറി ഉറങ്ങാൻ വീണ്ടും കിടന്നു. അപ്പോൾ എനിക്ക് ശക്തമായ ഒരു പ്രേരണ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു, നീ എഴുന്നേറ്റ് മുറിയിലേക്കൊന്ന് നോക്കൂ ഇങ്ങനെ ശക്തമായ തോന്നൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഒരു പാമ്പ് ഞങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. തക്ക സമയത്ത് അമ്മയാണ് അത് ഞങ്ങളെ കാണിച്ചു തന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീട് ഒരു താഴ്ന്ന പ്രദേശത്തായതിനാൽ ഞാൻ എപ്പോഴും വെഞ്ചരിച്ച ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വെള്ളത്തിൻ്റെയും പ്രകൃതി ദുരന്തത്തിൻ്റെയും ഒന്നും ശല്യം ഉണ്ടാവില്ലേ എന്ന് ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റുമിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ ശക്തമായ സംരക്ഷണത്താലാണ് ഞങ്ങൾ അന്ന് രക്ഷപ്പെട്ടതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു അധ്യാപികയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ.
ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികളെ ഉപജില്ലാതല മത്സരങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ, ശാസ്ത്ര കലാ കായിക മത്സരങ്ങൾക്കെല്ലാം കൊണ്ടുപോകുമ്പോൾ ഞാൻ അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിക്കുകയും അമ്മയുടെ കാശുരൂപം, ഉടമ്പടി കാശുരൂപം വെച്ച് കുട്ടികളെ പ്രാർത്ഥിച്ചിട്ട് വിടുകയും ചെയ്യുമായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഉന്നതമായ വിജയം നൽകിയ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതോടൊപ്പം ആ കുഞ്ഞു മക്കളുടെ വിശ്വാസവും വർദ്ധിക്കാൻ സഹായിച്ചു. ഇത്രയൊക്കെയാണ് എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ മെഡിക്കൽ കോളേജിലാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 35 കിലോമീറ്ററോളം ദൂരമാണ്. അവിടെ പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഓരോ പത്രവും ഇത് കിട്ടുന്നയാൾക്ക് ഇവരുടെ വീട്ടിലേക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന അമ്മയും അമ്മയുടെ തിരുക്കുമാരനും കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഓരോരുത്തരോടും പത്രം വേണോ എന്ന് ചോദിക്കും. വേണ്ട എന്നോ എന്തെങ്കിലും എതിരോ പറയുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കാറില്ല പത്രം. സ്നേഹത്തോടെ അവരോട് ഞാൻ പറയും, നിങ്ങൾ ഒരു ദിവസം ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കും, അപ്പോൾ നിങ്ങൾ വാങ്ങിയാൽ മതി എന്ന് ഞാൻ പറയും. അടുത്തയാളെ വെയിറ്റ് ചെയ്ത് അവിടെ സമയം ചെലവഴിച്ച് ഞാൻ പത്രം കൊടുത്തിട്ടാണ് തിരിച്ചു പോരുക. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും കേൾക്കുകയും സ്റ്റാറ്റസ് ഇടുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചത്തെയും ഉടമ്പടി ധ്യാനം ഞാൻ അതാത് ദിവസങ്ങളിൽ തന്നെ കണ്ടു തീർക്കുകയും സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും 3 എണ്ണമെങ്കിലും ചുരുങ്ങിയത് എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ വീടിനടുത്തുള്ള അനാഥാലയങ്ങളിൽ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. വയോജനങ്ങളെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അമ്മമാരെ കുളിപ്പിക്കുന്നതിനും അവരോട് സംസാരിക്കുന്നതിനും ഒക്കെ സമയം കണ്ടെത്താറുണ്ട്. പിന്നെ ഞങ്ങളുടെ കുട്ടികളുടെ പിറന്നാളോ അതുപോലെയുള്ള വിശേഷങ്ങളോ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. കേക്കും മധുരപലഹാരങ്ങളും ഒക്കെ ഞാൻ ബുദ്ധിമാന്യമുള്ള കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ആ കുട്ടികൾക്കാണ് കൊണ്ടു കൊടുക്കാറുള്ളത്. ഇത്രയുമൊക്കെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നതോടൊപ്പം എൻ്റെ സഹോദരിക്ക് ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ കൊടുക്കുന്നതാണ്. എൻ്റെ പേര് ഡൈനി. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഫെബ്രുവരി 28 ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വീട് പണിക്ക് മുന്നോടിയായി എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാർച്ച് 3 ഞങ്ങളുടെ വീടിൻ്റെ പണി ആരംഭിച്ചു. മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഞങ്ങൾ ആ വീട് പണിയുടെ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ തറയിൽ ഉപയോഗിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നേർച്ച വസ്തുക്കളുമായി പോയി ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ തറ മുതൽ അതിൻ്റെ വാർപ്പ് പണി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപം വെക്കുമായിരുന്നു. ഞങ്ങൾ ഓരോ പണി കഴിയുമ്പോഴും മുന്നോട്ട് എങ്ങനെ പോകുമെന്നറിയാൻ മേലാത്ത അവസ്ഥകളിൽ ഞങ്ങളെ ഒത്തിരി ആളുകൾ ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും ഞങ്ങളുടെ ഈ പണിയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി ഞങ്ങൾ എങ്ങനെ ഈ പണി മുന്നോട്ട് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, ചെറിയ ഓരോ പണികളും മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിന് ഞങ്ങളെ സഹായിക്കാൻ ഒരു വ്യക്തി നിരന്തരം ഞങ്ങളുടെ കൂടെ നിന്നു. അത് പരിശുദ്ധ അമ്മ തന്നെ ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 1.5 വർഷം കൊണ്ട് വളരെ മനോഹരമായി എല്ലാ പണികളും തീർത്ത് ഞങ്ങളുടെ സുന്ദരമായ ഭവനത്തിൽ ഞങ്ങൾക്ക് കയറി താമസിക്കുവാൻ സാധിച്ചു. എല്ലാവരും ഈ വീട് കണ്ടിട്ട് പറയുന്നത് കൃപാസന മാതാവിൻ്റെ സമ്മാനമാണ് ഈ വീട് എന്നാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ജെറമിയ 29:11 മുതൽ 13 വരെ തിരുവചനങ്ങൾ. നിങ്ങളെക്കുറിച്ച്